honored today to inaugurate the Veer Jawan Talachira Jani Smriti Mandapam. ഞാൻ ഇന്ന് ഈ തലച്ചാർ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടേറെ സന്തോഷമുണ്ട്. I salute his tremendous courage and bravery in the face of death. He will always be a proud son of Edavakkar. ഞാൻ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പിൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുക. അദ്ദേഹം എപ്പോഴും ഈ രാജ്യത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു രക്തസാക്ഷിയെ അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുന്നു. His story is very touching. He joined the army at just 20 years of age, and his dream was to serve his motherland. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വളരെയധികം നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്. ഈ രാജ്യത്തെ സേവിക്കുക എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിലാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്. In 2003, he was martyred during an anti-terror operation in Rajouri district of Kashmir. 2003 രജൌരി ജില്ലയിൽ വെച്ച് തീവ്രവാദികളുമായിട്ടുള്ള ആക്രമണത്തിനിടയിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. And he was awarded the Sena Medal posthumously for his service by the nation in 2004. 2004 ദേശം അദ്ദേഹത്തിന്റെ സേവനത്തിന്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്, അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി ആദരിക്കുകയുണ്ടായി. 22 years have passed since that day, and yet I noticed when I came here to inaugurate this memorial to him that his mother still has tears in her eyes. 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ കണ്ണിൽ ഇപ്പോഴും ആ കണ്ണീര് നിൽക്കുന്നതാണ്. Because we can never give her back what she lost. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചു നൽകാൻ കഴിയുന്നതല്ല. As a mother and as the daughter of a martyr myself, I fully understand what it means. ഒരു അമ്മയെന്ന നിലയിൽ, ഒരു രക്തസാക്ഷിയുടെ മകൾ എന്ന നിലയിൽ ഞാൻ പരിപൂർണമായി അവരെന്താണ് അനുഭവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക. Your son was a noble person who gave his life for India. നിങ്ങളുടെ മകൻ ഈ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. We owe him a great debt. നമ്മൾ അദ്ദേഹത്തോട് വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. And we owe a great debt to all those who have been martyred through the years and all those who have served in different forces on different borders of our nation, those who have given their lives, those who have spent a lifetime of service, like some of you sitting here. We owe you all a great debt.